ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന വെറും 3 ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുവാൻ സാധിക്കുന്ന ഒരു വെണ്ടക്ക ഫ്രൈ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ വെണ്ടക്ക ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ വെണ്ടക്ക ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഏകദേശം 250 ഗ്രാം വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒരു തുണി കഷ്ണം ഉപയോഗിച്ച് തുടച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ വെണ്ടക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ആദ്യമായി ഇതിൻ്റെ ഞെട്ടി ഭാഗവും ഇതിൻ്റെ വാൽഭാഗവും ഇതുപോലെ ഒഴിവാക്കുക. അതിനുശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ കനം കുറഞ്ഞ് തന്നെ അരിഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് ഇത് ഇനി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ എല്ലാ വെണ്ടക്കയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ കഷ്ണങ്ങളും പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കേണ്ടി വരും. എന്നാലാണ് ഈ വെണ്ടക്കയുടെ ഉള്ളിലോട്ടൊക്കെ നന്നായി മസാല പിടിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെണ്ടക്ക നന്നായി മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാനിലോട്ട് 5-6 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫ്രൈ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങളുടെ അടുത്ത് വേറെ ഏത് എണ്ണയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വച്ചിരിക്കുന്ന വെണ്ടക്ക കഷ്ണങ്ങൾ മുഴുവനായി ചേർത്ത് കൊടുക്കുക. എല്ലാ വെണ്ടക്ക കഷ്ണങ്ങളും പാനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇടവേളകളിൽ ഇതുപോലെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ വെണ്ടക്ക കഷ്ണങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇതുപോലെ എല്ലാ വെണ്ടക്ക കഷ്ണങ്ങളും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവരുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു വെണ്ടക്ക വിഭവമാണിത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.